ടെക് ഹാക്കർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു ഹാൻഡിൽ ചെയ്യുന്നത്, അത് ഗ്ലാസ് വിത്ത് വുഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റെയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പീസ് വുഡ് വെച്ചിട്ട്, തേക്കിൻ്റെ പീസ് ചെറിയ ചെറിയ പീസ് വുഡ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. അതായത് പാനലിങ് ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ച് നീളം 1.5 ഇഞ്ച് വീതിക്കുള്ള പീസാക്കിയിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ്. എന്നിട്ട് അതിന് ശേഷം ഇത് നല്ല ലെവലിൽ സാൻഡിങ് ഒക്കെ ചെയ്ത് പോളിഷ് ചെയ്യേണ്ട ഭാഗത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസിൻ്റെ ഹാൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗ്ലാസ് ഹാൻഡിലിൻ്റെ ഒരുപാട് സംശയങ്ങളുണ്ട്. പ്രൈസ് വൈസ് നോക്കുന്നതാണെങ്കിൽ ഇത് ചെയ്യുന്ന രീതികളെ പറ്റിയൊക്കെ ഒരുപാട് സംശയങ്ങൾ പലപ്പോഴേ കമൻറ്റായി വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ, നമ്മൾ ഈ പ്രൈസ് വാങ്ങാനുള്ള കാരണം, എന്തുകൊണ്ട് നമുക്ക് ഇത് ഗ്ലാസ് ഹാൻഡിൽ ചെയ്യണം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെയാണ് അടിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗ്ലാസ് ഹാൻഡിലിൻ്റെ ബോട്ടം സപ്പോർട്ട് നമുക്ക് ആദ്യം നോക്കാം. അതായത് ബോട്ടം സപ്പോർട്ടിന് നമുക്ക് 2 രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തു വരുന്നത്. ഒന്ന് സ്റ്റാൻഡ് ഓഫ് പിന്ന് അഥവാ നമ്മൾ അല്ലെങ്കിൽ സ്റ്റഡ് എന്നൊക്കെ പറയുന്ന ഈ സൈസ് പിന്ന് ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിഗോട്ട് ഉപയോഗിച്ചിട്ടാണ്. അത് ഈ ഒരു രൂപത്തിലുള്ളതുണ്ടാവും. 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് അങ്ങനെ ഗ്ലാസിൻ്റെ വലുപ്പവും അതിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ട് ആ ഒരു സൈസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബോൾട്ടുകൾ, അത് വാളിൽ ഹാങ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ഓഫ് പിൻ അഥവാ സ്റ്റഡ് നമ്മൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. ആ ഒരു ഭാഗത്ത് ടെംപ്ലേറ്റ് എടുക്കേണ്ടത് കൊണ്ടാണ് നമ്മളങ്ങനെ അടിച്ചത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് സ്പെഗോട്ടാണ്. അതായത് 304 ഗ്രേഡ് ക്വാളിറ്റിയുള്ള SS-ലുള്ള ഇതാണ് വെച്ച് കൊടുക്കുന്നത്. സ്പെഗോട്ട വെച്ച് കൊടുക്കുന്നത്. 12 mm നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 12/8 നമുക്ക് ഏത് സൈസ് വേണോ ആ സൈസ് അനുസരിച്ചിട്ടുള്ള നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. ഇതിൻ്റെ ഹൈറ്റും അങ്ങനെ തന്നെ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് SS ബോൾട്ടുകളാണ്. SS ബോൾട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ SS-ൻ്റെ ആങ്കർ ബോൾട്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ബോൾട്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഇത്തരത്തിലുള്ള ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഇത് ഫിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ഈ പ്ലെയിൻ വരുന്നതിനൊക്കെ മെഷർമെൻറ്റ് എടുക്കുക വേണ്ടു. ഇവർക്ക് ഈ ഒരു ഭാഗത്തുകൂടി പിന്ന് വരികയാണെങ്കിൽ നമുക്ക് ആ സ്റ്റെയർ കേസിൻ്റെ ടോട്ടൽ വീതി കുറയും. അതുകൊണ്ട് അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ടോപ്പിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അടിക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ട്. അപ്പോൾ പാർട്ടിയുടെ ആവശ്യമനുസരിച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബോട്ടം സപ്പോർട്ട് നമ്മളിപ്പോൾ നിലവിൽ അടിച്ച് കഴിഞ്ഞു എന്ന് കണക്കൂട്ടിയാൽ നമ്മൾ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെംപ്ലേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെംപ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൺടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പരസ്യത്തിനൊക്കെ ട്രയാങ്കിൾ കട്ട് ചെയ്ത് പോസ്റ്റിൽ കെട്ടുന്ന അതുപോലത്തെ ബോർഡ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ HDF MDF അതല്ലെങ്കിൽ ഫോം ബോർഡ്, നമുക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ കുറച്ചും കൂടി ടെമ്പേർഡ് ആയിട്ടുള്ള, വളക്കാൻ പറ്റാത്ത രീതിയിൽ ഇതൊന്ന് നമുക്ക് മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാറിപ്പോവാത്ത രീതിയിൽ ഒരു LDF ബോർഡ്, അതായത് LDF HDF MDF എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മളെ ലോ ഡെൻസിറ്റി ഹൈ ഡെൻസിറ്റി മീഡിയം ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെംപ്ലേറ്റ് എടുക്കില്ല. അപ്പോൾ ഇതിൻ്റേതായ ഒരു എമൗണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കാരണം നമ്മൾ അന്ന് ഒരു 9,500 എന്ന് പറഞ്ഞ പ്രൈസ് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഇത്ര പൈസക്ക് ചെയ്യുക അത്ര പൈസക്ക് ചെയ്യാന്നൊക്കെ. അപ്പോൾ ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു ഷീറ്റിൻ്റെ ഗ്യാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം 0 ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ രൂപത്തിലാണ് ഗ്ലാസ്സും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അത്രയും ഗ്യാപ്പ് 0 ഗ്യാപ്പിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതേ സമയത്ത് സൺപേക്കിൻ്റെ ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് ഈ ഭാഗം ചിലപ്പോൾ ചെരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിങ്ങനെ വളഞ്ഞിട്ടൊക്കെ നിൽക്കുക. നമ്മൾ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്തും നമ്മൾ ടൈലിന് ഉപയോഗിക്കുന്ന ടൈറ്റർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ട് ചെയ്യുമോ. അപ്പോൾ ഒരു പെർഫെക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രൈസ് പറഞ്ഞത്. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെംപ്ലേറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് ടെമ്പർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗ്ലാസ് ഹാർഡൻ ചെയ്യുന്ന ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ ഈ ടെംപ്ലേറ്റ് കണക്കായി കട്ട് ചെയ്ത് അത് ഹാർഡൻ ചെയ്ത് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസ് ആ ഒരു ഇതിൽ ടെമ്പേർഡ് ചെയ്ത് ആവശ്യമായ ഹോളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആംഗിളായിട്ട് ആ ഹോൾ ഉണ്ടാവും. കാരണം ഇതിൻ്റെ നമ്മൾ ആ ടെംപ്ലേറ്റ് സ്റ്റെപ്പിൻ്റെ ചെരിവ് വരുമല്ലോ, അതിൽ കണക്കായിട്ടാണ് ടെംപ്ലേറ്റ് അടിച്ചിട്ട് വരിക. ആ ടെംപ്ലേറ്റിൻ്റെ അതേ അളവിലാണ് ഈ ഹോളിപ്പോൾ വന്നിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ടെംപ്ലേറ്റ് ചെക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കാരണം നമുക്ക് ഇത് മാച്ചാണെന്നൊന്നും ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ നല്ലതാണ്, ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചില സമയത്തൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബോൾട്ട് ചെറിയൊരു 1/2 ഇഞ്ച് വരെ പ്ലേ കിട്ടും. നമുക്ക് ആ ഒരു പ്ലേ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അത് സെറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് വേണ്ട ഗ്ലാസ്സുകളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലെയിൻ ലാൻഡിങ്ങിൽ വരുന്ന ആ ഒരു ഗ്ലാസ്സുകളൊക്കെ അതും വന്നിട്ടുണ്ട്. അതിന് പിന്നെ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ, നമ്മൾ അളവ് നീളം അതുപോലെ തന്നെ ഹൈറ്റും മാത്രം കൊടുത്താൽ മതിയാവും. ഇത്തിരി സംഭവം കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ടെമ്പേർഡായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് ക്രോസ് ചെക്ക് ചെയ്ത് അതിൽ ഓരോ ഗ്ലാസ്സായിട്ട് കയറ്റാൻ വേണ്ടി പോയി. സ്റ്റാൻഡ് ഓഫ് പിന്നിൽ നിന്ന് നമ്മൾ ആ ഒരു ഇതൊക്കെ ടെംപ്ലേറ്റൊക്കെ മാറ്റി ഇപ്പോൾ ഗ്ലാസ് കയറ്റിയാണ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അവിടെ ആ ഒരു കട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട്. നല്ല കൃത്യമായിട്ട് ആ ഒരു രൂപത്തിൽ തന്നെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3x3 തേക്ക് വുഡാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. തേക്ക് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ഒരു 750 രൂപ മുതൽ നിങ്ങൾക്ക് ഒരു കോല്, അതായത് ഒരു ഉരുപ്പടി പറയുന്ന സമയത്തുള്ള ഒരു കോല്, അത് 28 ഇഞ്ചല്ല, ഒരു കോല് ഉരുപ്പടി ഏകദേശം 1 മീറ്ററോളം നീളമുള്ള ഒരു മരം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്നതിൽ അങ്ങനെയല്ല, നമ്മൾ നടുക്കഷ്ണം, തടിയുടെ നടുക്കഷ്ണത്തിൽ നിന്ന് എടുക്കുന്നത് വെള്ള തീർത്തും കളഞ്ഞിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 4-4.5 അടിയുള്ള ഒരു മരം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു തീർത്ത് വലിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വലിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ മില്ലിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 4.5 അടി റൗണ്ടുള്ള മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂബിക് ഫീറ്റ് മരത്തിന് നമുക്ക് ഏകദേശം 2200 രൂപയോളം വരും. അതായത് 2200 എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് ടോട്ടൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഒരു ക്യൂബിക് ഫീറ്റ് മരം ചിലപ്പോൾ 2 കോലിൽ താഴെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വലിക്കൂലി, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം ഉൾപ്പെടെ ഏകദേശം 1250 രൂപയോളം ഒരു കോലിന് ചാർജ് വരും. അപ്പോൾ അത്തരത്തിൽ ചെയ്ത് പ്ലെയിനറിലിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്, ഒട്ടും വെള്ളയില്ലാത്ത രീതിയിൽ തീർത്തെടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഗ്രൂവ് എടുക്കും. ഗ്രൂവ് എടുത്തിട്ട് അതിൽ 2 രീതിയിൽ ഫിക്സ് ചെയ്യലുണ്ട്, 2 രീതിയിലുള്ള ഗം ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യലുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു നമുക്ക് ആശാരിക്ക് വരുന്ന കോസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരും. പലർക്കുള്ള സംശയമായിരിക്കും ഗ്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഇളകിപ്പോവോ പൊട്ടിപ്പോവോ എന്നൊക്കെ. സംഭവം പൊട്ടിപ്പോവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊട്ടും. ടഫൻ ഗ്ലാസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു കോർണറിൽ, ഈ ഒരു കോർണറിൽ ഒരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പഞ്ചസാര തരി പോലെ പൊടിഞ്ഞ് താഴെ പോകും. അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവമാണ്. പക്ഷേ ചെയ്ത് ഇവിടെ ഫിക്സ് ആയി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പൊട്ടാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ മൂവബിളായിട്ടുള്ള ഡോറുകൾ കണ്ടില്ലേ, ഈ ഒരു ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ ഐസ്ക്രീം പാർലറെല്ലാം പോകുന്ന സ്ഥലത്ത്, അതുപോലെ നമ്മളൊരു 2012 കാലഘട്ടത്തിൽ 12-11 ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത് നോർമൽ ഗ്ലാസ് ടഫൻ പോലും ചെയ്തിട്ടില്ല, ചെയ്യാതെ ചെയ്ത് ഡോറുകൾ വരെ മൂവിങ് ആയിട്ട് പോലും ഇതുവരെ പൊളിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ആ പൊളിയാനുള്ള കാരണം എന്ന് പറയുന്നത് കോർണറിലുള്ള സ്ട്രൈക്കുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടേ പൊളിയാൻ സാധ്യതയുള്ളൂ. ഫിസിക്കലായിട്ട് എന്തെങ്കിലും തട്ടിയാൽ മാത്രമേ നോർമലി വേറെ ഒരു കാരണം കൊണ്ട് ഇത് പൊളിഞ്ഞതാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഡൗട്ടുള്ളവരുണ്ടാവും. ഇതിൽ നമ്മൾ സിംഗിൾ പിന്ന് വെച്ചിട്ട് ഓരോ സ്റ്റെപ്പിനും ഓരോ പിന്ന് വെച്ചിട്ട് വരുന്നതാണെങ്കിൽ ഷെയ്ക്കാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മുകളിൽ ടോപ്പ് റെയിലൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറയെങ്കിലും സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വെറും നമ്മളിപ്പോൾ ഗ്ലാസ് 4 പിന്നിൽ മാത്രമാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഷെയ്ക്ക് ചെയ്താൽ ഈ ഒരു ഷെയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വുഡ് കൂടി വന്ന് നമ്മളിപ്പോൾ അത് ടൈറ്റ് ചെയ്തില്ല, ഇതൊക്കെ ഫ്രീ. നിങ്ങൾ ഈ ഗ്യാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഒന്നിങ്ങോട്ട് വാ, ഈ ക്ലോസ് ആക്കിയില്ല, നമ്മളിത് ടൈറ്റ് ചെയ്തില്ല, ജസ്റ്റ് ഇതേ പിന്നൊക്കെ ലൂസിലുള്ളതല്ല. ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് മുകളിൽ റെയിലിൻ്റെ സംഭവം കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ഒട്ടും ഷെയ്ക്കില്ലാണ്ട് ഉണ്ടാവുക. നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ സാധാരണ എങ്ങനെ ഉണ്ടാവുക സോളിഡ് ഹാൻഡ് റെയിൽ ചെയ്ത് ഫീൽ തന്നെ കിട്ടും. പക്ഷേ നമുക്ക് ഈ ഒരു സ്പൈഗോട്ടിൽ വരുന്ന സമയത്ത് ആ ഒരു ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. സാധാരണ ഈ സ്പൈഗോട്ടിൽ വരുന്ന സമയത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു പിടുത്തല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊരു ഷെയ്ക്ക് ഉണ്ടാവും. അത് ഫ്ലോറിലേക്ക് നമുക്ക് ഒരു വുഡൊക്കെ വന്ന് അവിടത്തേക്കൊരു പിടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറയും. പക്ഷേ എന്നാലും ഈ ഒരു പെർഫെക്ഷൻ എന്തായാലും കിട്ടാൻ സാധ്യതയില്ല. സൈഡ് പിന്നെയാണ് കുറച്ചുകൂടി സേഫ്. ചാർജ് 9500 വരുന്നതിൽ ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് തീർത്തും യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിൽ ഇതേ അളവിലായിരിക്കുമല്ലോ വരിക. ഇത് നമ്മളിനി കത്തിക്കാനോ അല്ലെങ്കിൽ അധികം സൈഡിൽ തന്നെ ഇടലാണ്. തിരിച്ചങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്, ഇതിൻ്റെ സ്റ്റാൻഡ് ഓഫ് പിന്ന്, ബോൾട്ട് കാര്യങ്ങൾ, ഇതിൻ്റെ ഫിറ്റിങ്, പിന്നെ ടെംപ്ലേറ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്, ടെംപ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോർഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അതിനുശേഷം ഗ്ലാസ് കൊണ്ടുവരുന്നത്, അതിനുശേഷം വുഡ് നമ്മൾ കൊണ്ടുപോയിട്ട് പ്ലെയിനറിൽ ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്നത്, അതൊന്ന് കഴിഞ്ഞിട്ട് അതിന് ഇവിടെ കൊണ്ടുവന്നത്, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഏകദേശം 3 പ്രാവശ്യമായിട്ട് നമ്മൾ വരേണ്ടതായിട്ട് വരും. ആദ്യം ഒരു പ്രാവശ്യം ടെംപ്ലേറ്റ് എടുക്കാൻ വേണ്ടി വരണം, പിന്നെ ഇത് ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ വരണം, പിന്നെ നമ്മളെ ഗ്ലാസ് ഒന്ന് മാറിപ്പോയിട്ടില്ലെങ്കിൽ വുഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വരണം. അങ്ങനെ എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യം വരണം പോളിഷ് ഇല്ലാതെ. ഇപ്പോൾ ഗമ്മിട്ട് കഴിഞ്ഞു, ഇനി ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. കുറച്ച് പോക്കണം, ഒരുപോലെ അതിൽ കയറും. നോട്ടെ യാ ഇനി വാളിലേക്കുള്ള ഫിക്സിങ് ഇവിടുന്ന് സ്ക്രൂ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 9500 പെർ മീറ്ററിന് വാങ്ങുന്നത്. പിന്നെ ഇത് ചെയ്യേണ്ട സമയം കൂടി ഞാൻ പറയാം. നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയതിനു ശേഷം, അതായത് മാർബിൾ ആണെങ്കിൽ പോളിഷ് ചെയ്തതിന് ശേഷം, ഏറ്റവും താഴെയുള്ള ഫ്ലോറല്ല, നമ്മളെ സ്റ്റെയർ കേസിൻ്റെ ഫ്ലോർ പോളിഷ് ചെയ്തതിന് ശേഷം ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇതിൽ വേറെ കച്ചറയൊന്നും ആവാനുള്ള സാധ്യതയില്ല.
ഏകദേശം ഒരു 2 ആഴ്ച ടൈം കൊണ്ട് നമുക്കിത് ഗ്ലാസ് അടിച്ചിട്ട് കിട്ടും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട എമർജൻസി കേസുകളിൽ നമുക്കൊരു 5 ദിവസം കൊണ്ട് തന്നെ അടിച്ച് കിട്ടും. അതായത് ടെമ്പർ ചെയ്യാനുള്ള സമയം ടെംപ്ലേറ്റ് എടുത്തിട്ട് അത് വരാനുള്ള ഒരു ചെറിയൊരു ടൈം മാത്രമേ വരൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്ലാസിൻ്റെ ഈ 9500 വരുന്ന സമയത്ത് ഈ ഒരു 2023 ഈ ഒരു ഏപ്രിൽ മാസത്തിലുള്ള പ്രൈസ്. ഇനി അങ്ങോട്ടേക്ക് പ്രൈസ് മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് മാറുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഈ സൈഡും ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു. ഇവിടെ സ്പെഗോട്ടും അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റാക്കിയേ വേണ്ടു. അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 9500 പെർ മീറ്റർ പറഞ്ഞത്. 10500 നമ്മൾ പോളിഷ് ഉൾപ്പെടെ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഇതിന് വുഡ് ഇടാനുണ്ട് കാര്യമായിട്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇടുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യമായിട്ട് കാണിക്കാനുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നും. പിന്നെ ഇതിൻ്റെ ടഫൻ ചെയ്യുന്ന സമയത്തുള്ള ESI എൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഓരോ ഗ്ലാസിൻ്റെ മുകളിലും അതിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മായ്ച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇത് ടെമ്പേർഡാണോ എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സല്ല സൈൻഗോബൈൻ്റെ ഗ്ലാസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ മാർക്കിങ്ങും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ ചൈനയിൽ നിന്ന് വരുന്ന ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോൾ സൈൻഗോബൈൻ്റെ നമ്മുടെ നല്ല ഒറിജിനൽ ഫ്ലോട്ടഡ് ഗ്ലാസ് എടുത്തിട്ട് ടെമ്പർ ചെയ്തിട്ട് വരുന്നതാണ്. ഇതിൽ അതിൻ്റെ ഒരു ഹോളോഗ്രാം മാർക്കിംഗ് കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും വീഡിയോനെ പറ്റി കാണിക്കാനുള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.